ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 16 ശ്ലോകം 10 ക്രുദ്ധേശമർദ്ദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധലബ്ധജീവഃ ത്വത്പൂരിതക്രതുവരഃപുനരാപശാന്തിം സ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തതറിഞ്ഞ് കോപിച്ച ശിവൻ യാഗം തകർക്കുകയും ദക്ഷന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശ്രീ പരമേശ്വരനിൽ നിന്ന് ദക്ഷന് ജീവലാഭം സിദ്ധിച്ചു. ശ്രീ ഗുരുവായൂരപ്പനായ നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ യജ്ഞപൂർത്തി വരുത്തുവാൻ സാധിക്കുകയും പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ രക്ഷിക്കണേ. ദക്ഷനാൽ അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തുവെന്നറിഞ്ഞ പരമേശ്വരൻ ക്രുദ്ധനായി തന്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ചു. അത്യുഗ്രനായ ആ ശൈവ തേജസ് യജ്ഞം തകർക്കുകയും ദക്ഷന്റെ കഴുത്ത് അറുക്കുകയും ചെയ്തു. ദേവന്മാരുടെ സ്തുതി കേട്ട് പ്രസന്നനായ ശ്രീ പരമേശ്വരൻ ദക്ഷന്റെ കണ്ഠത്തിൽ ഒരു ആടിന്റെ തലവച്ച് അദ്ദേഹത്തിന് ജീവൻ കൊടുത്തു. ശ്രീ ഗുരുവായൂരപ്പനായ ഭഗവാന്റെ പ്രസാദം കൊണ്ട് യജ്ഞം പൂർത്തിയാക്കാൻ ദക്ഷന് സാധിക്കുകയും ചെയ്തു. ഇങ്ങനെ ക്രോധം, ദംഭം മുതലായ ദോഷങ്ങൾ നീക്കി ദക്ഷന് ഭഗവാൻ ശാന്തി നൽകി. ഭാഗവതത്തിൽ കുറച്ച് അധ്യായങ്ങൾ കൊണ്ട് വർണ്ണിച്ചിട്ടുള്ള ദക്ഷയാഗ കഥ നാരായണീയത്തിൽ 2 ശ്ലോകങ്ങൾ കൊണ്ട് കവി സംക്ഷേപിച്ചിരിക്കുന്നു.